എന്താണ് നോക്കിക്കൊണ്ടിരിക്കണേ? കേശു, ഇത് ടോട്ടലി വേറെ ലൈഫാണല്ലേ? തനിക്ക് ഇത് ടോട്ടലി വേറെ ലൈഫായിരിക്കും, പക്ഷേ എനിക്ക് ഇതാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. എനിക്കിഷ്ടമുള്ളതും എനിക്ക് പരിചയമായത്. എനിക്കും ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേശു. ഇതോ ഇപ്പം അങ്ങനെയൊക്കെ പറയും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഉയരും കൊണ്ട് ഓടണത്. കാരണം അത്രയും ഹൈ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിച്ച ആളല്ലേ. കേശു, എന്നെ അങ്ങനെ കോണറാക്കല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കേശു, ഓ ഞാനും ഇറങ്ങി നിന്നോട്ടെ? ഓ, നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്. സൂപ്പറല്ലേ? സൂപ്പർ കൂൾ. താനും ഭയങ്കര കൂളാ. കൂളാ? ഞാനാ. എല്ലാവർക്കും കേശുവിന് ഇഷ്ടാ, അതുപോലെ കേശുവിനെയും എല്ലാവരും ഇഷ്ടാ. അതിനങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, നമ്മളെ എല്ലാവരും സ്നേഹിക്കും. അതല്ലേ ഉള്ളൂ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. വിളിക്കണ സമയത്ത് അങ്ങ് പോണം. നമ്മുടെ ചെറിയ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷിപ്പിക്കുക. കേശു എത്ര രസമായി സംസാരിക്കുന്നത്. എന്തൊരു വിളിക്കുമ്പോ അങ്ങ് പോണമെന്ന് പറഞ്ഞതാ? എന്നെ പൊന്നു പെണ്ണായി, ഞാൻ അച്ഛൻ പറഞ്ഞതൊന്ന് പറഞ്ഞു നോക്കിയത്. എവിടെ പ്രോത്സാഹിപ്പിച്ച ആളെ കൊല്ലില്ല. കേശു, ഞാനൊരു കാര്യം ചോദിച്ചാ കേശു മനസ്സ് പറഞ്ഞ സത്യം പറയും? ഞാൻ ചോദിക്കണോ? കേശു, തനിക്ക് തൻ്റെ കൂടെ പഠിച്ച കുഞ്ഞ് അലീന ഫ്രാൻസിസിനെ എപ്പോഴെങ്കിലും മറക്കാൻ പറ്റുമോ? വഴിയിൽ ഒരു കളമൊഴി തൻ വളകിലുക്കം, മനസ്സിൽ ഒരു ചെറുകിളി തൻ ചിറകിളക്കം, ഏതേതോ കണ്ണും കണ്ണും എങ്ങോ തമ്മിൽ കോർക്കുന്നേ, ആരാരും ഒന്നും മിണ്ടാതെല്ലാം തമ്മിൽ ചൊല്ലുന്നേ, ഞാനൊന്നും കണ്ടിട്ടില്ലെങ്കും ഞാനാടും തത്തമ്മേ, എന്തേലും കണ്ടിട്ടുണ്ടേലെങ്കും പോയി പാടല്ലേ. എന്റെ വീട്ടിലും പറയാറുണ്ട് എന്നെ കണ്ടുപിടിക്കാൻ. അല്ല അല്ല, ശിവനെ കണ്ടുപിടിക്കാനാ. ഹലോ, ആ മോളിവിടെ ഉണ്ട്. ഓ ശരി. അലീനയുടെ വീട്ടിൽ എന്നെ കുറിച്ചൊന്നും പറയാറില്ലേ? അയ്യോ, കണ്ടുപഠിക്കാൻ പറ്റിയ മുതൽ കേറി പോടാകത്ത്. എടാ കേശു, എന്തുകൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ പറയണെന്ന് അറിയോ? ഞാൻ നല്ലോണം പഠിക്കണോണ്ടാ, നിന്നെ പോലെ തല്ലിപ്പൊളി ആയതുകൊണ്ടല്ല. അതൊന്നുമല്ല, കേശുവിനെയും പറ്റിയും പറയാറുണ്ട്. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ എന്നെ കുറിച്ച് ഇവരുടെ വീട്ടിൽ പറയാനുണ്ടെന്ന്. എല്ലാത്തിനും സമാനമായല്ല. ഇവനെ പറ്റി എന്താ പറയാറ്? ഇവന്റെ കൂടെ നടന്നിട്ട് വൃത്തികേട് പഠിക്കില്ലെന്ന്. അച്ഛാ, അമ്മ എനിക്ക് വിശക്കുന്ന വല്ലതും കഴിക്കാണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. എടാ, നിനക്ക് എപ്പോഴും തിന്നേനെ കാരണം മാത്രമല്ല. ഹേയ്, ഇവന് അങ്ങനെയൊന്നുമില്ല. പഠിക്കുന്ന കാര്യം വെച്ച് ബാക്കി എല്ലാത്തിലും ഭയങ്കര ഇൻട്രസ്റ്റാ. ചേച്ചി, അല്ലെങ്കിൽ നമുക്ക് എന്റെ റൂമിൽ പോവാം. എങ്ങനെ? റൂമാ? അതേത് റൂം? ഞാൻ കിടക്കുന്ന റൂം എന്റെ റൂം. ആഹാ, അങ്ങനെയൊന്നും ആരമ്മോന്റെ അടുത്ത് പറഞ്ഞേ? അല്ല പിന്നെ ആ റൂം അത് എന്റെ റൂമാ. നിന്നെ കൂടി കടത്തിന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും കടത്താൻ പാടില്ലായിരുന്നു. അയ്യോ, അപ്പൊ കേശുവിന്റെ റൂം ഇല്ലേ? കേശുവിന് അങ്ങനെയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും. കേശു എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. പിന്നെ കേശു എന്താ പറഞ്ഞേ? കേശു പറഞ്ഞ എനിക്ക് ഒരു ഒറ്റയ്ക്ക് റൂം ഉണ്ടെന്ന്. ഇവനാ കള്ളം പറഞ്ഞതാ. ചേച്ചി ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാം. ചേച്ചി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കില്ലെന്ന്. പറഞ്ഞിട്ടേ എടീന്നാ, നീ അകത്തോട്ട് പോട്ടെ, ഞാൻ കാണിച്ചുതരാം. ചേച്ചി പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കളിയാക്കല്ലേ. ഇപ്പൊ ചേച്ചി എന്നെ കളിയാക്കിയ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ ഡബിൾ ചെയ്യാൻ വരും. എടാ, നീ അനുഭവിക്കണം, കാരണം നിനക്ക് ജാട കുറച്ച് കൂടുതലാ. ചേച്ചി പ്ലീസ് പ്ലീസ്. ശരി, വാ നോക്ക്.
കാണിച്ചു തരോ? എന്തിന്? വെറുതെ ഒരു രസത്തിന്. അത്രക്ക് രസിക്കാൻ പാകത്തിനോട് ഒന്നുമില്ല. അവൻ പറഞ്ഞാലോ ബുക്സ് ഭയങ്കര ഒതുക്കി ഭംഗിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ആരുടെ ബുക്സ്? ശിവന്റെ. വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരോ? അതിന് പിന്നെ കാണിച്ചു തരാലോ. കേശു മോനെ, ഇപ്പൊ അവര് തമ്മിൽ കമ്പനി ആയിട്ടാ? അതിന് സാധ്യതയില്ല. നിനക്കുള്ള പണി ഇനി ശിവ നേരിട്ട് അങ്ങ് തന്നോളൂ. അവര് ഫ്രണ്ട്സായ പ്രശ്നമാണല്ല. എന്ത് പ്രശ്നം? അല്ല, ഞാൻ അലീൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അവള് പൊളിക്കും. അപ്പൊ നീ അലീൻ്റെ അടുത്ത് കൊറേ കള്ളത്തരൊക്കെ പറഞ്ഞിട്ടാ? അല്ല, അത്ര ആളൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചേച്ചി വന്നേ കുറച്ച് പണിയുണ്ട്. വാ, അവര് ഒന്നിക്കിട്ട് വാ. രണ്ടും കൂടെ എന്തോന്ന് പരിപാടി? എന്തെങ്കിലും പറഞ്ഞ കൊച്ചിനെ ഇവിടുന്ന് ഓട്ടിക്കാനാണെങ്കിൽ രണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അച്ഛാ, അതൊന്നുമല്ല. ശിവയാണെങ്കിൽ അലീനെ വിളിച്ചോണ്ട് റൂമിനകത്ത് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങൾ നോക്കുന്നത്? എന്തിനായിരിക്കും അച്ഛൻ നിറച്ചും കള്ളത്തരാച്ച കേശു അലീൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ. ചുമ്മാ വട്ട് ചുമ്മാ പറഞ്ഞാൽ കൊള്ളാം. എന്റെ വിലയാളല്ലേ ഞങ്ങളതല്ല. അതിനെ ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. അതിന്റെ വീട്ടിൽ എപ്പോഴും എന്നെ പറ്റി പറയുന്നു പറഞ്ഞില്ലേ, അത് സത്യമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കേട്ടപ്പോഴേ സുഖം, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ വീട്ടിൽ എപ്പോഴും പറയാനുണ്ട് ശിവാനെ കണ്ടുപിടിന്ന്. അപ്പൊ നിന്റെ വീട്ടിൽ ഞാൻ അത്രയ്ക്ക് സ്റ്റാറാ? പക്ഷെ എനിക്കത് കേട്ടിട്ട് ദേഷ്യം വരും. അപ്പൊ നിനക്ക് എന്റെ അടുത്ത ദേഷ്യ? എന്നെ ഒന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടാ, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ആരോടും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ നീയും കേശും കൂടി ചോർന്നതിനെ കളിയാക്കില്ലേ, അപ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരാം. സോറി, ഇനി മുതൽ അങ്ങനെ ഞാൻ ചെയ്തില്ല കേട്ടോ. ഓക്കെ, സോറി ഫ്രണ്ട്സ്. കേശു, അലീന, ശിവ, ബാ കപ്പ കഴിക്കാം. അവിച്ച് കപ്പയെ നെട്ടിട്ട് അപ്പയെന്ന് ചാടി വീഴുന്നില്ല. അലീന, കപ്പ ഇഷ്ടമാണോ? കപ്പ ഇഷ്ടമാണോ മോക്ക്? പിന്നെ എന്റെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടം. ആണോ? മുളക് ചമ്മന്തിയാ? എരിവ് ഇഷ്ടമാണോ? എന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കപ്പയും മുളകും കോമ്പിനേഷൻ വേൾഡ് വൈഡാണ്. ചേച്ചി, എട് കപ്പ. തെന്നലൊരു തേരിൽ പോരുന്നേ, കന്നിവയിലാടും കുന്നിറങ്ങി വായോ, ഉറക്കഥ കേൾക്കാൻ പോരുന്നോ, ഇത്തണലൊരം വാനി ഇത്തിരി നേരം വാ, മുത്തശ്ശിക്ക് മുക്കുത്തിച്ചേലില് മുത്തം നൽകാൻ വാനി. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ. കുഞ്ഞലീന ഫ്രാൻസിസ്, എന്താണ്? ഒന്നും പറയല്ലേ? ഒന്നില്ല. കേശു എന്താണ് ഇങ്ങനെ നോക്കുന്നത്? കേശു പേടിക്കല്ലേ,
ഞാൻ കേശുവിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനല്ല വന്നേ. അതെ, എല്ലാം കാലം തീരുമാനിക്കട്ടെ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുമീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുമഷി കണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചെരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.